ദിനവൃത്താന്തം 6-ാം അധ്യായം. ലേവിയുടെ സന്തതികൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കോഷാദ്, മൊറാരി. കോഹാദിൻ്റെ പുത്രന്മാർ ഇമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ. ആമ്രാൻ്റെ സന്തതികൾ അഹ്റോൻ, മോശ, മറിയാം. അഹ്റോൻ്റെ പുത്രന്മാർ നാദാദ്, അഹീബും, എലിയാസർ, എത്താമർ. എലിയാസറിൻ്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനെഹാസ്, അബീഷുവ, ബുക്കീം, സി, സെർനിയ, മെറാത്തോത്ത്, അമാരിയ, ഹിത്തൂൻ, സാദോക്ക്, മെഹ്ദീമോസ്, അസാരിയ, യോഹന്നാൻ. ജെറുസലേമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിതശുശ്രൂഷ നടത്തിയ അസാരിയ, അമാരിയ, ഹിറൂത്ത്, സാഹോദ്, ഷെല്ലൂം, ഹെൽക്കിയ, അസാരിയ, സേരിയ. ഹോസിയാദ് നെബൂഖദ്നേസറിൻ്റെ കരത്താൽ കർത്താവ് യൂദയെയും ജെറുസലേം നാടുകടത്തിയപ്പോൾ അഹാറാബും പ്രവാസിയായി. ലേവിയുടെ പുത്രന്മാർ കോഹാത്ത്, മൊറാരി. ഗിൽഗാദിൻ്റെ പുത്രന്മാർ ലിബ്നി, ഷിംനി. കോഹാദിൻ്റെ പുത്രന്മാർ അമ്രോം, ഇസ്സാഖാർ, ഹെദ്രോൻ, ഇബിയോൻ. പുത്രന്മാർ മഹലി, മുക്തി എന്നിവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ. എലീത്തിൻ്റെ പുത്രന്മാരായ തലമുറക്കാർ ലിബ്നി, മഹസോം, സിമ്ര, യോഹാബ്, ഇദ്ദോ, സെറാഹീം, യാത്രായി. കൊഹിയാദിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ അമ്നിയാബാദ്, കൊഹ്രാദ്, അസീർ, എക്സ്ന, ഇബിയാസ്, അബീസ്, തഗസ്, ഊരിയോൻ, ഇസിയ, ഷാവൂൾ. എൽക്കാനിയയുടെ താമസിയായി എൽക്കോത്ത് എന്നീ 2 പുത്രന്മാരായിരുന്നു. അഹീമോത്തിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഏകന, സോഫാന, ഏലിയ, യഹോറാം, എൽന. സാമുവേലിൻ്റെ പുത്രന്മാർ ആദിജാതൻ, ജെറോൻ. 2-ാമത് അബിയ. നെബിയയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മഹ്ലി, ലിബ്നി, ഷെമിയ, ഈസ, ഷമാരിയ. പേടകം ദേവാലയത്തിൽ പ്രതീക്ഷിച്ച ശേഷം ഇവരെയാണ് ദാവീദ് ഗാനശുശ്രൂഷയ്ക്കായി നിർമ്മിച്ചത്. സോളമൻ ജെറുസലേമിൽ ദേവാലയത്തിൽ പണിയുന്നവരെ സമാഗമകൂടാരത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഇവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു. ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പരയായ കോഹിനൂത്ത് കുലത്തിൽപ്പെട്ട മെഖോൻ, ഹേമാൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോവാൻ, സാമുവേൽ, എൽക്കാന, യാറോം, യെസ്വേൽ, തോബാത്ത്, സൂഫ്, യഗനായർ, അമനായി, എൽക്കാന, ജോയർ, ബെസറിയ, സെഫനിയ, ബെൽസീൻ, ഇഹാർ. കോഹാത്ത്. ലേവി ഇസ്രായേൽ ഗോത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന അവൻ്റെ സഹോദരൻ അസാത്ത്. എസാബിൻ്റെ മക്കൾ തലമുറക്രമത്തിൽ ബറേഖിയ, ഷിമിയ, മിഖായേൽ, ബെസ്നിയ, മെസ്സിയ, എത്നി, സെറാഫ്, അൽദായ, എഥാൻ, സീമ, ഷിമയി, അഥോൻ, ഗാർഫാൻ. ലേവി സഹോദരന്മാരായ മോറിയപുത്രന്മാർ ഇടതുഭാഗത്തു നിന്ന് അവരിൽ പ്രമുഖർ ഏഥാൻ്റെ പിന്മുറക്കാർ തലമുറക്രമത്തിൽ കിഷീം, അബ്ദി, മത്തൂല്, ഹഷ്ബിയ, അമറിയ, ഹിൽത്തിയ, അമീസോൻ, ഷേമേർ, മഹ്ലി, കൂഹി, മോഹാരി. ഇവയുടെ സഹോദരനായ ലേവിയർ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു. ദൈവദാസനായ മോശയുടെ കൽപ്പന അനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹനബലികളും ധൂമപീഠവും കാഴ്ചവെക്കൽ അർപ്പിക്കുകയും വിശുദ്ധമായ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിന് വേണ്ടി പരിഹാരം ചെയ്യുകയും ചെയ്തു പോകുന്നു. അഹ്റോൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലിയാസർ, ഫിനെസ്, അബീഷുവ, ബുക്കീം, സെഫിയ, മേറാദ്, അമ്നിയ, അഖീത്തൂത്ത്. അവരുടെ സന്തതികളും അതിർവാക്തികളും. യഹോവൻ്റെ സന്തതികളിൽ കോഹത്ത് ആദ്യം കുറി വീണു. അവർക്ക്
യൂദാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കലേഹുവാണ് കൊടുത്തത്. അഹ്റോൻ്റെ മക്കൾക്ക് അഭയനഗരമായ കേദ്രോൻ, ലിബ്നാത്തൂർ, എത്വ, ഹിലേർ, ദമീർ, ആസാൻ, ബെസെ എന്നീ നഗരങ്ങളും അവ മേച്ചിൽപ്പുറങ്ങളും. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗോബ, അമലോത്ത്, അനാത്തോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. ആകെ 13 പട്ടണങ്ങൾ അവരുടെ കുലത്തിന് കിട്ടി. ശേഷിച്ച ഹൂഗാത്ത കുടുംബത്തെ കുറിയനുസരിച്ച് മനാസയുടെ അർദ്ധഗോളത്തിൽ നിന്ന് 10 നഗരങ്ങൾ നൽകി. ഗർഷോം കുടുംബങ്ങൾക്ക് യഷാർ, അസേർ, നഫാത്തി, ബാഷാനിലെ മനാസ എന്നീ ഗോത്രങ്ങൾ പെടുന്നു 13 പട്ടണത്തിൽ കൊടുത്തു. മോറിയായ്ക്ക് കുടുംബത്തിന് റൂബൻ, ഗാത്ത്, സെബൂലൂൺ എന്നീ ഗോത്രത്തിൽ നിന്ന് 12 പട്ടണങ്ങൾ കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും നൽകിയിരുന്നു. യൂദാ, ശിമിയോൻ, ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങൾക്ക് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറി വീണതനുസരിച്ച് കൊടുത്തു. ചില കോഹലൂത്ത് കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി. എഫ്രായിം മലനാട്ടിലെ ഉഭയനഗരമായ ഷേക്കേം, ഗേസർ, യോഷീൻ, ബെൽഗത്തോൻ, അയ്യോൻ, ഗലീലോൻ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും. മനശ്ശെയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് അനീർ, ബിലിയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി. ഗോഷാൻ കുടുംബത്തിന് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. മനശ്ശെയുടെ അർദ്ധഗോളത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ, അബ്ദോൻ, എൻസോൻ ഗോത്രത്തിൽ നിന്ന് കേദേശ്, ദബേറോത്ത്, റാമോത്ത്, ആദനം. ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷേൽ, എബ്ദോൻ, ഹുക്കർ, റബേത്ത് ഗോത്രത്തിൽ നിന്ന് ഗലീലിയോൻ, കേദേശ്, ഹമ്രോൺ, ഗിലിയാത്ത്. മോറിയായ് കുടുംബത്തിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ടു. നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. സെബൂലൂൺ ഗോത്രത്തിൽ നിന്ന് റിമാനോ, താമോർ. റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറീക്കോയുടെ സമീപം, യോർദാന് സമീപം മരുഭൂമിയിലെ ബേസർ, യാസ, കെദേമോത്ത്, മെഫേത്ത്. ഗോദ് ഗോത്രത്തിൽ നിന്ന് റാമോത്ത്, ഗില, മഹാനായി, കോഹേർ എന്നീ മേച്ചിൽ സ്ഥലങ്ങളും. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കും.